ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഓരോ ഷെയറിന് ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. കാരണം ഓരോ കമൻറ്റിനും നമ്മൾ ഓരോ ജീവിതങ്ങളുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ ജീവിതം തന്നെയാണ് ഓരോ കമൻ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ അതേ വിലയോടുകൂടി തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. കാരണം ഒരാൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സമീപിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ധമാണ് ഓരോ വ്യക്തികളും സ്വമേധയാ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പ്രവാസ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് അതേപോലെ തന്നെയുള്ളൊരു വ്യക്തിയാണ് ഞാനും. എന്നാൽ കഴിയുന്നൊരു സഹായമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജോബ് കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം എന്ന് പറയാൻ പറ്റില്ല, മാക്സിമം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. കാരണം ഇന്നൊക്കെ നല്ല വർക്കായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ പുതിയതായിട്ടൊരു സ്ഥാപനം തുറക്കുന്നുണ്ട്. നമ്മുടെ തന്നെ അന്തറിൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനമാണ്, ഒരു ബ്രാഞ്ചാണ്. ബ്രോസ്റ്റിനും പിസയ്ക്കൊക്കെ മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം. സത്യം പറഞ്ഞാൽ അത് ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ, അതായത് ബ്രോസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് രൂപകൽപ്പന ചെയ്തതും അതിനുള്ള നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയതും. അപ്പോഴാണ് ഇന്ന് നമ്മൾ ഒരുപാട് എൻ്റെ അടുത്തുള്ള ഡിഷുകൾ, അതായത് ബ്രോസ്റ്റ്, അതേപോലെ തന്നെ ബ്രോസ്റ്റ് ഓൾറെഡി നമ്മളിപ്പോൾ ഇവിടെ മങ്കൂളിൽ നമ്മൾ അന്തറിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രിപ്സ്, അതേപോലെ തന്നെ ഫിഷിൻ്റെ ബ്രോസ്റ്റ്, ചെമ്മീൻ്റെ ബ്രോസ്റ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇന്ന് നമ്മൾ നമ്മുടെ ഓണറായിട്ടുള്ള നാസർ സാറിനും അതേപോലെ തന്നെ നമ്മുടെ അറബാബായിട്ടുള്ള ഒരു അറബി ഉണ്ട്, പുള്ളിയുടെ മകനാണ് തോന്നുന്നു, രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതേപോലെ നമ്മുടെ പിസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഇവിടേക്ക് ഉള്ളവർക്കൊക്കെ എല്ലാവിധ ബ്രാൻഡുകളും ആയിട്ടുള്ള പിസ്സകൾ, ബ്രാൻഡഡ് പിസ്സകളൊക്കെ കഴിച്ച് അവർക്കൊക്കെ നല്ല ശീലം ഉണ്ടാവും. പക്ഷെ നമ്മുടെ പിസ്സ കഴിച്ചപ്പോൾ അവരൊക്കെ അത്രയും നല്ല അഭിപ്രായങ്ങളാണ് നമ്മുടെ പിസ്സേൻ്റെ നമ്മൾ കൊടുത്ത എല്ലാത്തിൻ്റെയും പറഞ്ഞത്. ഫിഷിൻ്റെ ബ്രോസ്റ്റ് ആണെങ്കിലും ചെമ്മീൻ്റെ ബ്രോസ്റ്റ് ആണെങ്കിലും എല്ലാം സ്പൈസി ഉണ്ട്, അതേപോലെ തന്നെ നോർമലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് അവർക്കൊക്കെ നല്ല നല്ല അഭിപ്രായമാണ്. അതേപോലെ തന്നെ ഫില്ലറ്റ്, ഫിഷിൻ്റെ ഫില്ലറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ചിക്കൻ്റെ ഫില്ലറ്റ് ഉണ്ട്, ലോലിപോപ്പ് ഉണ്ട്. ലോലിപോപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ലെഗിൻ്റെ പാർട്ടിൽ നമ്മൾ ലോലിപോപ്പ് ചെയ്തിട്ട് ബ്രോസ്റ്റ് ഉണ്ട്. അതൊക്കെ നമ്മുടെ പുതിയ ഓരോ സംഭവങ്ങളാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ഡിഷുകൾ ഇറക്കുക. അതേപോലെ ഡ്രം സ്റ്റിക്ക്, അതേപോലെ വിങ്സ്, ഇതെല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചറോട് കൂടിയിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിച്ചു, അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളാണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥാപനങ്ങൾ മുന്നോട്ട് തുറക്കുന്നതോറും ഓരോ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം മുന്നോട്ട് ഇതേപോലെ തന്നെ പോകാനായിട്ട്. അതേപോലെ കുറേ സോസുകൾ, എനിക്ക് തന്നെ ഒരു 8ൽ കൂടുതൽ സോസുകൾ നമുക്ക് സ്വന്തമായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സോസുകൾ അല്ലാണ്ട് തന്നെ 2-3-4 സോസുകൾ നമ്മളിവിടെ അല്ലാണ്ട് തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഇന്നൊരു 5 സോസ് വേറെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും. അതുകൊണ്ടാണ് എനിക്ക് തിരക്ക്. 2 ദിവസമായിട്ട് ഇനിയും 2-3 ദിവസമായിട്ട് മെനുവും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. അതിൻ്റെ പുതിയ മെനു ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ്. ആരും ഒന്നും വിചാരിക്കരുത്. കാരണം അതൊക്കെ നമ്മുടെ ജോലിയുടെയും കൂടി ഭാഗമാണല്ലോ. നമ്മൾ ജോലിയുടെ ഇടയ്ക്കാണ് നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത്. ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനാണ് നമ്മൾ കൂടുതലും മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനും അതായത് നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ജോലി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളോട് ജോബ് വേക്കൻസി പറയുന്നത് ഞാൻ തന്നെ ആദ്യമേ തന്നെ ജോലിക്ക് അന്വേഷിച്ച് ഇറങ്ങേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ ഇന്നും ഇന്നലെയായിട്ട് വിട്ട കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ വൈകിയതിൽ എല്ലാവരും ക്ഷമിക്കണം. അതായത് എനിക്കറിയാം, അതുകൊണ്ടാണ് അത്രയും നിങ്ങളെ കാണുന്നത്, നിങ്ങളെ കാണുന്നത് ഞാൻ എന്നെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനതിനെ നല്ല സീരിയസോടുകൂടി തന്നെ ഞാൻ പറയുന്നത്. കാരണം കമൻ്റാണ് നമുക്ക് ബന്ധപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയിക്കുന്നതും ഒക്കെ. മാക്സിമം എല്ലാവരും തന്നെ സെർച്ചിങ്ങിലാണ് ജോബ് വേക്കൻസികൾ പെട്ടെന്ന് കൂടുതലായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് കൂടുതൽ കിട്ടുമെന്നുള്ള പ്രത്യാശയിലും അതേപോലെ തന്നെ കൂടുതൽ ഗ്രൂപ്പുകളിൽ ആഡാവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലുമാണ് ഞാൻ. ഒരു 2-3 ദിവസം കൂടി എനിക്ക് കുറച്ച് ബിസി ഉണ്ടാവും. നമ്മുടെ ഷോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മങ്കൂളിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മൾ ഇതേപോലെ ഒരു ഇത്രയധികം ഡിഷുകൾ ഒരുമിച്ച് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് കുറച്ച് റിസ്ക്കാണ്. എന്നിട്ട് അതൊക്കെ നമുക്കതിന് കഴിഞ്ഞു. അത് വളരെയേറെ സന്തോഷവും എല്ലാവരുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഇനിയിപ്പോൾ നാളെ കുറച്ച് മെനു ഒക്കെ ഇടാനുള്ളൊക്കെ തിരക്കാണ്. പിന്നെ പിസയുടെ ബോക്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ സൈസുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി കൊടുക്കണം. കാരണം നമ്മളിവിടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ഞാൻ പക്ഷേ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പല ഷോപ്പിലും പല സൈസിലൊക്കെ ആയിരിക്കാം പിസ നമ്മൾ കൊടുക്കുക.
അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഞാൻ എല്ലാ ദിവസവും ചെറിയ ഷോർട്ടെങ്കിലും ഇട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ജോബ് വേക്കൻസിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ജോബ് വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എല്ലാവരും ചോദിച്ചോളൂ. എൻ്റെ സമയം പോലെ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ബൈ, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം.